നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇലക്ഷനും മറ്റ് തിരക്കുകളുമായപ്പോൾ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ അപ്രസക്തമായി തന്നെ മാറുന്നു എന്ന ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങൾ പോലും ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരെത്തും പിടിയുമില്ലാത്ത ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴാണ് കോടതിയിൽ നിന്നും പ്രധാനമായ ഒരു നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത്. മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLAയുമായിട്ടുള്ള മാത്യു കുഴൽനാടനാണ്. പക്ഷേ ഈ ഹർജിയിൽ അവസാന നിമിഷം മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റുകയാണ് ചെയ്യുന്നത്. മുൻപേ പറഞ്ഞ കാര്യം മാറ്റിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നിരിക്കുന്നു. ചെയ്യാത്ത സേവനത്തിന് വൻതുക കൈപ്പറ്റി എന്ന കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ച മാത്യു കുഴൽനാടൻ അതിന് പകരം കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലുള്ള CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ഹർജിയിലാണ് മാത്യു കുഴൽനാടൻ ഇങ്ങനെ പിന്നെയും നിലപാട് മാറ്റം നടത്തിയിരിക്കുന്നത്. മാസപ്പടിയിൽ കോടതി നേരിട്ട് കേസെടുത്താൽ മതി എന്ന് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്. CMRലിന് മുഖ്യമന്ത്രി നൽകിയ വഴിവിട്ട സഹായമാണ് മകൾ വീണ വിജയന് CMRൽ നിന്നും മാസപ്പടി കിട്ടാൻ കാരണമെന്നാണ് ഹർജിയിൽ പ്രധാനമായും മാത്യു ആരോപിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യത്തിൽ നിന്ന് ഉത്തരവ് പറയാനിരിക്കെ തന്നെയാണ് പുതിയ നീക്കവുമായി മുന്നോട്ട് വന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച് പുതിയ ഹർജി സമർപ്പിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരം ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ പുതിയ ഹർജി സമർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ പുതിയ ഹർജി സമർപ്പിക്കുന്നതിന് പകരം കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ടതും പകരം കോടതി അന്വേഷിച്ചാൽ മതിയെന്നുമാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം കേട്ടതിന് പിന്നാലെ കോടതി മതി എന്നാണ് മാത്യുവിന്റെ അഭിഭാഷകനും അറിയിച്ചത്. എന്നാൽ മാത്യു കുഴൽനാടന്റെ ഈ പുതിയ നീക്കത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായതായി വിജിലൻസ് അഭിഭാഷകനും കോടതിയിൽ സ്ഥാപിച്ചു. വിധി പറയാനായി എന്തായിരുന്നാലും ഹർജി ഈ മാസം 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കൈപ്പറ്റി. അത് മാസപ്പടിയായിട്ടെന്നാണ് പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത്. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് CMRL MD ശശിധരൻ ഖർത്ത സ്ഥലം വാങ്ങിയെങ്കിലും 2004-ലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതുകൊണ്ട് തന്നെ ഖനനാനുമതി അന്ന് ലഭിച്ചിരുന്നില്ല. കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടൊരു ഘട്ടത്തിലായിരുന്നു വീണ CMRലുമായി കരാറിലേർപ്പെട്ടത്. അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായിട്ടാണ് ഹർജിക്കാരൻ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. അപ്പോൾ അതിനുള്ള മാസപ്പടിയായി തന്നെയാണ്, അതിനുള്ള കൂലിയായി തന്നെയാണ് മകൾ ഇത് കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അതിനുശേഷം മകൾ വീണ വിജയന് മാസപ്പടി കിട്ടിയെന്ന് മാത്യു ആരോപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത്. ഫെബ്രുവരി 29-നാണ് കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ ആദ്യം തന്നെ എതിർത്തിരുന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്ക് കഴിയില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം സംബന്ധിച്ച കേസ് നേരത്തെ മറ്റൊരു ഏജൻസി ആയിരുന്നു ഇങ്ങനെ അന്വേഷിച്ചത്. കേസ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിലായതുകൊണ്ട് തന്നെ വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാട് അന്നേ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ പറഞ്ഞിരുന്നു. നിലപാടിൽ ഇപ്പോൾ മാറ്റം വന്നതിനാൽ ഹർജിയിൽ വിധി പറയാൻ 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.